എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. എന്താണ് ഉയർപ്പ്? ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് മരണശേഷവും മാറ്റമില്ലാതെ നിറവേറ്റിയ അത്ഭുതമാണ് ഉയർപ്പ്. വെല്ലുവിളികൾക്കുള്ള മറുപടിയാണ് യേശുവിൻ്റെ ഉയർപ്പ്. നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന കുറ്റവാളിയുടെ വെല്ലുവിളിക്കുള്ള ഉത്തരം. ലൂക്ക 23:30. കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം എന്ന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും വെല്ലുവിളിക്കുള്ള ഉത്തരം. മത്തായി 27:42. 1 കൊറിന്തോസ് 15:14 പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രകടമായ തെളിവുകൾ 2 കാര്യങ്ങളായി നമുക്ക് കാണാം. 1 ശൂന്യമായ കല്ലറയും 2 പ്രത്യക്ഷീകരണവുമാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റി പൗലോസ്ലീഹ 1 കൊരിന്തോസ് 15:5-6 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും അതിനുശേഷം ഒരുമിച്ച് 500-ലധികം പേർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന്. യേശുവിൻ്റെ ഉയർപ്പ് എന്നത് 1-2 പേർക്കുള്ള രഹസ്യമായ ഒരു പ്രത്യക്ഷീകരണമല്ല, മറിച്ച് 500-ലധികം പേർക്ക് ഒരുമിച്ച് ഈശോ പ്രത്യക്ഷപ്പെട്ടു. യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് എന്താണ് തരുന്നത്? ഉയർപ്പ് നമുക്ക് തരുന്നത് പ്രത്യാശയാണ്. തൻ്റെ മൊഴികളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ മരണശേഷവും നിറവേറ്റി. അവനെപ്പോലെ നമുക്കും ഒരു ഉയർപ്പ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഉയർപ്പ് തിരുനാളിൻ്റെ മഹാത്മ്യം. 1 കൊരിന്തോസ് 15:19 ഇപ്രകാരം പറയുന്നു: ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ ദൗർഭാഗ്യവാന്മാരാണ്. നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടി മാത്രം ആണോ? നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉദ്ധാന തിരുനാളോട് കൂടി തീരുന്നതാണ്. എൻ്റെ പരിചയത്തിലുള്ള ഒരു വ്യക്തി നോമ്പെടുക്കും. അദ്ദേഹം നല്ല മദ്യപാനിയാണ്. പക്ഷേ 50 നോമ്പിൽ അദ്ദേഹം 50 ദിവസവും വളരെ പരിത്യാഗ പ്രവൃത്തികളും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, ഒട്ടും മദ്യപിക്കുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ദുഃഖശനിയാഴ്ച വൈകിട്ട് അദ്ദേഹം ഒരു കുപ്പി മേടിക്കും, ടേബിളിൽ വയ്ക്കും, അത് പൊട്ടിച്ച് കറക്കൂരി വയ്ക്കും, ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കും, വെള്ളം വയ്ക്കും, ഇറച്ചി ചൂടാക്കി വയ്ക്കും. എന്നിട്ട് അദ്ദേഹം പാതിര കുർബാനയ്ക്ക് പോകും. യേശു ഉയർത്തു എന്ന് കേട്ടാൽ തിരിച്ച് വീട്ടിലേക്ക് സൈക്കിളിൽ പെട്ടെന്ന് വരും. എന്നിട്ട് അതുവരെ നിർത്തിവെച്ച മദ്യപാനം വീണ്ടും പൂർവാധികം ശക്തിയാലെ തുടരും. എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതുവരെ അദ്ദേഹം നേടിയെടുത്ത പുണ്യങ്ങളും കൃപകളും എല്ലാം നശിപ്പിച്ചു കളയും. വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ പോകും. നമുക്കും ഒരു നിമിഷം ധ്യാനിക്കാം. എൻ്റെ നോമ്പും ഇതുപോലെയാണോ? എൻ്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷവും ഇതുപോലെയാണോ? ഞാൻ നേടിയ പുണ്യങ്ങളും കൃപകളും എല്ലാം ഉയർപ്പ് തിരുനാളോടുകൂടി ഞാൻ നശിപ്പിച്ചു കളയുന്നുണ്ടോ? ഞാൻ നിർത്തിവെച്ച ദുശീലങ്ങൾ ഉയർപ്പ് തിരുനാളിന് ശേഷം ഞാൻ തുടരുന്നുണ്ടോ? ഞാൻ ഉയർപ്പ് തിരുനാളോടുകൂടി കൂടുതൽ തീക്ഷ്ണതയിൽ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ ഉയർപ്പ് തിരുനാൾ നമുക്കും ഒരു പുതിയ അനുഭവമാകട്ടെ. ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ജീവിക്കാനുള്ളൊരു ആഹ്വാനം ആകട്ടെ ഈ ഉയർപ്പ് തിരുനാൾ. എൻ്റെ ശരീരത്തെ നിർമ്മലമായി സൂക്ഷിക്കാനുള്ള ഒരു അവസരമാകട്ടെ ഈ ഉയർപ്പ് തിരുനാൾ. ആമേൻ.